Trying to be smart? No, sorry, miss. വന്ന് കേറുന്നതിന് മുൻപ് വാലെടുത്ത് തുടങ്ങിയോ മന്ത്രികുമാരൻ? ക്ലാസ്സിൽ കിട്ടും. Different kinds of odes like the Horatian ode, the Pindaric ode, and other odes like the regular ode and the irregular ode. This particular poem is a regular ode. It is written by a famous poet called Shelley. He is the contemporary of some of the poets like Byron, Keats, and Wordsworth. In this poem, the poet Shelley tries to communicate to the beautiful bird, the skylark. Hail to thee, blithe spirit, bird thou never wert, that from heaven or near it pourest thy full heart in profuse strains of unpremeditated art. In the golden lightning of the sunken sun, o'er which clouds are brightening, thou dost float and run like an unboard. The class is here, Mr. Ravi Puthuran. Something wrong with you? Yes, miss. Suddenly it seems... What do you mean? എന്താണെന്ന് അറിയില്ല. ഒരു ഗ്യാപ്പിൽ ഒന്നും കേൾക്കണ്ടായിരുന്നില്ല. കുറച്ചു നേരം സൗണ്ട് പോയതുപോലെ. ഇപ്പൊ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഇങ്ങനെ? ഇല്ല, ഇതാദ്യമാ. മിസ്സിന്റെ ഈ ശബ്ദത്തിന്റെ ഷാർപ്നെസ് കാരണം ടിംബാനം ബേസ്റ്റ് ആയിട്ടുണ്ടാവുന്ന പേടി. എങ്കിൽ യു ഡു വൺ തിങ്. ഇപ്പൊ തന്നെ പോയിട്ട് സ്കൂൾ ഡോക്ടറെ കണ്ട് ചെവിയുടെ തകരാറ് നോക്കിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. യു നോ ദി ഇയർ ഇസ് എ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി. ഇല്ല, ഇപ്പൊ തകരാറും തോന്നുന്നില്ല. നോ, ഇടയ്ക്കിടയ്ക്ക് ചെവി കേൾക്കാതെ പോകുന്ന സ്റ്റുഡൻസിനെ വെച്ച് ക്ലാസ് എടുക്കാൻ പാടില്ല. നമുക്ക് രണ്ടാൾക്ക് അത് വേസ്റ്റ് ആണ്. യു മേ ഗോഡ് ഫോർ ദ ടൈം ബീങ്. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് എഴുതി തരും. അതുകൊണ്ടൊന്ന് കാണിച്ചാൽ മതി. ഐ വിൽ ബി കൺവിൻസ്ഡ്. Now let's come to the class. In the golden lightning of the sunken sun, o'er which clouds are brightening, thou dost float and run like an unbodied joy whose race is just begun. ഡോക്ടർ എന്ത് പറഞ്ഞു? അത് എഴുതുന്നു. ഒന്നും പറഞ്ഞില്ല? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഈസ് ഇറ്റ് ഓക്കെ? വിവരം ഞങ്ങൾ അപ്പച്ചനെ അറിയിക്കും. നിങ്ങൾക്കുള്ള വാർണിംഗിന്റെ കോപ്പി നാളെ രാവിലെ ഓഫീസിൽ നിന്ന് അടിച്ചു തരും. ഒപ്പിട്ട് വാങ്ങിച്ചോളണം. റിമെമ്പർ വൺ തിങ്, ആദ്യത്തെ വാർണിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോ യു വിൽ ഹാവ് ഓൺലി 2 more വാർണിംഗ്സ്. മൂന്നാമത്തെ വാർണിംഗിനൊപ്പം ഞങ്ങൾ TC ഇഷ്യൂ ചെയ്യും. ഓർമ്മയുണ്ടല്ലോ? യു മേ ഗോ നൗ. താങ്ക് യു സർ. ഈ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ എത്രത്തോളം സ്ട്രിക്റ്റ് ആകാമോ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിക്കോളൂ. ഒരുമാതിരി ട്രാപ്പിൽ പെടുത്തിയിട്ട് കടന്നു വന്ന് ആരും ഇപ്പൊ അങ്ങനെ മെടുക്കരാകണ്ട. വാർണിംഗ് മെമ്മോ കിട്ടുമ്പോൾ അവൻ അല്പം കൂടെ വാശി കയറും. വീണ്ടും എന്തെങ്കിലും കാണിക്കും. അതും റിപ്പോർട്ട് ചെയ്യുക. ആ കുട്ടിയുടെ മുഖം ഈ പരിസരത്ത് കാണാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് മാനേജ്മെന്റും ഞാനും ഒക്കെ. എന്താ ഇവിടെ ഇരിക്കുന്നേ? ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തോ? ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. രണ്ട് വാർണിംഗ്സ് കൂടെയല്ലേ ഉള്ളൂ. ലേശം ഒന്ന് മനസ്സിരുത്തിയാ നാളെ ഒറ്റ ദിവസം കൊണ്ട് രണ്ടും സാധിക്കാം. എത്രയും നേരത്തെ ഇവിടുന്ന് ചാടണമെന്നല്ലേ ഉള്ളൂ. എന്തിനാ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നേ? പോണെങ്കിൽ നേരിട്ട് പ്രിൻസിപ്പലിനോട് ആ വിവരം പറഞ്ഞാൽ മതി. പോണെന്നുണ്ടെങ്കിൽ എനിക്ക് വരാതിരിക്കായിരുന്നല്ലോ. പഠിക്കാൻ തന്നെയാ വന്നത്. ഐ ആം സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ റിയാക്ഷനെ അല്ല പ്രതീക്ഷിച്ചത്. ആ കുട്ടി ശരിക്കും ആകെ ഒരു ഗിൽറ്റ് ചെയ്ത പോലെ. വിശ്വസിച്ചുകൂടാ, കള്ള തിരുമാലികളാ. ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. പ്രിൻസിപ്പലിന്റെ വാശി കണ്ടപ്പോഴാണ് എനിക്ക് ആ കുട്ടിയുടെ കഷ്ടം തോന്നിയത്. അങ്ങേർക്ക് അവനൊന്ന് പുറത്താക്കിയാ മതിയെന്ന. മൈനർ കേസുകൾ പെരുപ്പിച്ച് വാണിങ്ങിന്റെ ഭാഗത്തിലാക്കി കൊടുക്കണമെന്നായിരിക്കും എന്ന് പറഞ്ഞുകൂടാ.
ഗുഡ് ആഫ്റ്റർനൂൺ. മിസ് വീട്ടിലേക്ക് പോന്നിക്കല്ലേ? ജീപ്പ് വരൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്ക് ആ സ്റ്റേഷൻ അടുത്ത് വരെ ലിഫ്റ്റ് വരൂ. അവിടെ എവിടേക്കാ? വീട്ടിൽ വരെ. ഫാദർ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ സൈക്കിൾ എടുത്തോളാം. വേണമെന്നില്ല, പോന്നോളൂ. ഇവിടെ വീട്ടിലിപ്പോ ആരുണ്ട്? ആരുമില്ല, കാൽക്കാനുണ്ട്, പിന്നെ പപ്പയുടെ ലോക്കൽ പി ഉണ്ടാവും. കുട്ടിയുടെ അമ്മ ഇപ്പൊ എവിടെ താമസം? ഡൽഹിയിലാ? അവിടെയാ. ഇത് മിസ്റ്റർ പുത്തൂരൻ എംപിയുടെ സൺ രവി. ഹലോ. ക്യാപ്റ്റൻ ജോർജ് എന്റെ ചേട്ടൻ. രവിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കാലോ? വഴിയിൽ ഇറങ്ങാനാണ്. ഹലോ. താങ്ക് യു മിസ്. അല്ല, ഇവിടെ ആരും ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ആരെ കാണാനാ? ആരെയും കാണാനില്ല, വെറുതെ. ശരി. ഒരു പ്രത്യേക ടൈപ്പ് ആഗ്രഹം. ഇതിന് തിരിച്ചവൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ? എങ്കിലെന്ന് രണ്ടാമത്തെ വാർണിംഗ് മെമ്മോയും വാങ്ങിയിരിക്കും. പിന്നെ ഒരു ചാൻസ് കൂടെ കിടക്കുന്നുണ്ടല്ലോ. വിൽ ബി വെരി സ്ട്രിക്ട്, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ. പ്രിൻസിപ്പൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. MP അല്ല, മന്ത്രിയുടെ മോനായാലും മര്യാദയ്ക്ക് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോകുന്നു. ഹലോ. ആ, ഞാനാടി. ഞാനോ? ഞങ്ങളുടെ അത്താഴമാ. നീ എവിടുന്നാ? ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ? ആയിരിക്കുമല്ലോ. വീട്ടിലും നീ STD വിളിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. എന്താ വിശേഷിച്ചൊന്നുമില്ലല്ലോ? ഹലോ. രാജമ്മയാ, ഇവളുടെ മൂത്തവൾ. എവിടെതാ ഈ നേരത്ത്? ബോംബെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ വിളി വിളിക്കും. എയർലൈൻസില് ഹോസ്റ്റസ് ആയിരുന്നു. ഹസ്ബൻഡിനോട് എയർപോർട്ടിൽ തന്നെയാ പണി. കൊച്ചായി കഴിഞ്ഞപ്പോ ഇപ്പൊ അവളും ഗ്രൗണ്ടിലാ. അപ്പൊ കെട്ടിച്ചയക്കേണ്ട പാട് വന്നില്ലാന്ന് തോന്നുന്നു. ഇല്ല, അവള് തന്നെ ആളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പൊ ഇവളും കൂടെ ഒന്ന് സഹായിച്ചാൽ എന്റെ പാട് അത്രയും കുറഞ്ഞു. എന്തോന്ന്? മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. നാൻസിയിലെ ഫസ്റ്റ് അവർ ക്ലാസ് ആലിസിനല്ലേ? അതെ. ആ MP യുടെ മകൻ പയ്യനില്ലേ? ഇന്നലെ അയാളെ പറ്റി പ്രിൻസിപ്പൽ സംസാരിച്ചിരുന്നില്ലേ? ആ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടിയെ പറ്റി ആദ്യം കംപ്ലൈന്റ് പറഞ്ഞത് ഡേസി അല്ലേ? ഇപ്പൊ എല്ലാവർക്കും കംപ്ലൈന്റേ ഉള്ളൂ. പ്രിൻസിപ്പൽ ഇപ്പൊ എന്നോടാ ദേഷ്യപ്പെടുന്നു. നിങ്ങളാരും വാലിഡ് ആയിട്ട് ഒരു കേസ് പിടിച്ചു കൊടുക്കുന്നില്ലെന്നാ പുള്ളി പറയുന്നു. വാലിഡ് ആയിട്ട് കേസ് ഉണ്ടായെങ്കിലല്ലേ റിപ്പോർട്ട് ചെയ്യണ്ടോ? ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. ഡോണ്ട് ജംപ് ഇൻ ടു യുവർ ഓൺ ഡിസിഷൻസ്. വല്ല കാര്യമുണ്ടോ കാലത്തെ അക്കന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ? അല്ലേ ഡേസി, എല്ലാരും കൂടി ക്രിമിനലാക്കാൻ തുടങ്ങിയാൽ ഒരാളെ ക്രിമിനലാക്കാൻ എളുപ്പ, അതും ആരും ഇല്ലാത്തൊരു കുട്ടിയെ. How is it possible? Nah, shut up, man. I'm not going to give it. No. You got a script on my notebook and all that. No. I can't. Hey, teacher. Good morning, miss. Good morning. Sit down. Ravi Puthuran. Please come. Make it clean, please. Ravi will be the class monitor from today.
മോണിറ്റർ ആയെന്നും പറഞ്ഞിട്ട് ചോക്ക് കുടിക്കാൻ പെർമിഷൻ ഇല്ല കേട്ടോ. സോറി മിസ്. മോണിറ്റർ ആക്കിയത് എന്തിനാണെന്നറിയാമോ? വികൃതി കാണിക്കാതിരിക്കാനല്ല, വികൃതി കാണിക്കുന്നവരെ പിടിച്ചു തരാൻ. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, കുട്ടിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 വെള്ളിയാണ് പ്രിൻസിപ്പൽ ഇനാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അല്പം ഒന്ന് ശ്രമിച്ചാൽ രവിക്ക് സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റുള്ള മെഡൽ വാങ്ങിക്കാം. ഞാൻ വാങ്ങിപ്പിക്കാം. ഉഴപ്പണം എന്നുള്ളവർക്ക് ജീവിതം മുഴുവൻ ഉഴപ്പാൻ നേരമുണ്ട്. പഠിക്കാൻ ആകെ ഈ ഒരു ഇത്തിരി നേരമേ ഉള്ളൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്താ ഒരു പാവം ആട്ടുംകുട്ടിയുടെ വേഷത്തില്? ശരിക്കും ആ കുട്ടി പാവമാ ഡേസി. ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്ന് വന്നാൽ അവൻ കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന എന്റെ വിശ്വാസം. എന്താ ആ കുരിശെടുക്കാൻ തീരുമാനിച്ചിരിക്കുക? എന്താ എടുത്താല്? ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണോ? ചാലഞ്ചൊന്നും അല്ല. അമ്മയില്ലാത്തൊരു കുട്ടിക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ കാണാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോ തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ട്സ് ഉണ്ടാക്കിയെന്നിരിക്കും. അതേ ഞാൻ ട്രൈ ചെയ്യുന്നുള്ളൂ. Starting the poem, it is very important to know about some of the Indian poets and how they influenced the Western world. Rabindranath Tagore is one of our great poets. He was something like William Wordsworth. Jenny, can you tell me about William Wordsworth? He was a romantic poet. That's true. The person who loves nature is called a romantic. So what I'm going to tell you is about Alice. പ്രിൻസിപ്പൽ വിളിക്കുന്നു. ഇപ്പോഴോ? But I'm in the class. സാരമില്ല, എന്തോ അത്യാവശ്യമാണെന്നാ പറഞ്ഞത്. Excuse me, I'll be back in a minute. എന്താ? ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ക്യാപ്റ്റൻ ജോർജിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. പേടിക്കത്തക്കതായിട്ടൊന്നുമില്ല. 1-2 ചെറിയ ഫ്രാക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലാക്കി. ക്ലാസിന്റെ കാര്യം വിട്ടേക്കു, അത് ഞാൻ മാനേജ് ചെയ്തോളാം. പോണോന്നുണ്ടെങ്കിൽ. Thank you, sir. എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത്? രാവിലെ പീറ്റിയുടെ ഇടയ്ക്ക് പറ്റിയതാ. റോപ്പിന്ന് കൈതെറ്റ് വീഴുകയായിരുന്നു. Hey, sister. Yes. Our condolences.